ഹായ്, വെൽക്കം ടു മൈ ചാനൽ ക്ലാസിക് ഫുഡ് വേൾഡ്. ഇന്ന് നമുക്കൊരു മാമ്പഴത്തോണ്ടുള്ള മൊഹിറ്റോ ഉണ്ടാക്കാം. അതിന് നമുക്ക് ഫ്രഷ് പുതിനയില വേണം. വാടാത്ത നല്ല ഫ്രഷായ പുതിനയിലയാണ് നല്ലത്. അതുപോലെ തന്നെ മാമ്പഴ ജ്യൂസ് വേണം, പിന്നെ കുറച്ച് ഐസ് വേണം, പഞ്ചസാര പൊടിച്ചത് വേണം, ചെറുനാരങ്ങ വേണം. നമ്മൾ ചെറുനാരങ്ങയുടെ ഒരു പകുതി മതിയാവും. ചെറുനാരങ്ങയുടെ പകുതി ഒരു 4 കഷ്ണമാക്കിയിട്ടിടുക. അതേപോലെ അതിലേക്ക് ആവശ്യത്തിന് പുതിന ഇടുക, പഞ്ചസാര പൊടിച്ചത് ഇടുക. നിങ്ങൾ ഇപ്പോൾ എടുക്കുന്നത് സ്പ്രൈറ്റ് പോലത്തെയുള്ള അതാണ് സോഡയാണ് എടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാരയുടെ ആവശ്യമില്ല. ഞാൻ സാധാരണ സോഡ എടുത്തത്, അതുകൊണ്ടാണ് പഞ്ചസാര ഇട്ട്. ഒന്നാമത് ഈ മൊഹിറ്റോയിൽ തീരെ മധുരം ഉണ്ടാവില്ലേ, ചെറിയൊരു മധുരം ഉണ്ടാവുള്ളൂ സാധാരണ ഉണ്ടാക്കണേൽ. പക്ഷെ നമുക്കത് അത്ര ടേസ്റ്റ് ഉണ്ടാവാത്ത കാരണമാണ് ഞാനിത് പഞ്ചസാര എടുത്തത്. ഇനി ആ പുതിനയും ചെറുനാരങ്ങയും കൂടി നന്നായി ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഈ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. മാമ്പഴത്തിൻ്റെ നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഞാൻ കപ്പോളം എടുത്തിട്ടുണ്ട് എൻ്റെ ഗ്ലാസിൻ്റെ. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതൊരു ഇത്തിരി ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നാലാണ് അതിൻ്റെ ആ ജ്യൂസും ചെറുനാരങ്ങയുടെയും പിന്നെ പുതിനയുടെയും ഒക്കെ ടേസ്റ്റ് കഴിക്കാവുള്ളൂ. എന്നിട്ട് പിന്നെ ബാക്കി കുറച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലേ, നല്ല പോലെ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഇതാക്കിയിട്ട് എടുത്തത്. അല്ലെങ്കിൽ നിങ്ങളൊരു സ്പൂൺ ഇട്ട് ഇളക്കിയാലും മതി. ഇതിലേക്ക് എന്നിട്ട് നല്ല ഐസ് ഇട്ട് കൊടുക്കുക. അവർ നിറച്ച് ഐസ് ഇടും. ഈ ഗ്ലാസ് നിറയണ വരെയാണ് ഐസ് ഇടുക ശരിക്കും. പക്ഷെ നമുക്ക് അത്രയ്ക്കൊന്നും പറ്റാത്ത കാരണം ഞാൻ അത്യാവശ്യത്തിന് കുറച്ച് തണുപ്പിനുള്ള ഐസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് സോഡ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം. അല്ലേ, ഇനി ആ സോഡ ഒഴിച്ച് കൊടുക്കുക. സോഡ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ വേറെ 2 ലെയർ പോലെ കിടക്കും. ഉണ്ടോ, ഇതിൽ കാണാനുണ്ട് 2 ലെയർ പോലെ കിടക്കുന്നത്. അതില്ലാണ്ടിരിക്കാനാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടത്. എത്രത്തോളം നന്നായി ഇളക്കണോ അത് രണ്ടും കൂടിയിട്ട് നന്നായി മിക്സ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇളക്കിയില്ലെങ്കിൽ അത് ജ്യൂസ് വേറെ ഇത് വേറെ ആയിട്ട് കിടക്കും. പിന്നെ നമുക്കതിനെ പുതിന വെച്ചിട്ട് അലങ്കരിക്കാം. കഴിക്കണ നേരത്തും ഒന്ന് നന്നായി ഇളക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. Take care. Bye bye.